അതേ പോകുന്ന വഴി നീ എന്നെ ജംഗ്ഷനിൽ നടക്കണം കേട്ടോ. ഒരു തുണിക്കടക്കാരൻ അമ്മയ്ക്ക് ഒരു നേരിയത് വാങ്ങിക്കണം. എന്താ വിശേഷം? ഒന്നുമില്ല, നമ്മുടെ പിറന്നാളാ. ആണോ? വലിയ ആഘോഷമാണോ? ഒന്നുമില്ലാന്ന് സാധാരണ ഉള്ള തന്നെ. പിന്നെ ആ കൊച്ചിന് എന്തേലും വാങ്ങിക്കണം. തക്കളിക്കാം. തക്കളി എന്നാ ഉച്ചക്കേട് പോവാ കേട്ടോ. വീട്ടിലേക്കാ? അത് ശരി. ആ വീട്ടിൽ കൂടാം. വരുന്ന വഴി ഒരു ഫുള്ള് വാങ്ങിച്ചോ. ഫുള്ളാ? ആ പിന്നെന്താ സാധനം ഞാൻ കൊണ്ടുവരാ. ഈ ജമന്തി പ്രശ്നം ഉണ്ടാക്കുമോ? എന്ത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് കാണാതെ വെച്ചാൽ പോരെ. മാത്രമല്ല അമ്മായും വരുന്നുണ്ട്. അയാൾക്ക് എന്തായാലും ചുണ്ട് നനയ്ക്കാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു വേറെ പറ്റും. അത് ഞാൻ സാധനം എത്തിക്കാം. ഒരു കാലത്ത് തീരദേശം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. അപ്പോൾ തീരദേശം എന്നർത്ഥം വരുന്ന അളം ചേർത്ത് ചേലമായി, അത് കേരളമായി മാറി. മറ്റൊന്ന് കേരളം നിറഞ്ഞ നാട് കേരളമായി എന്ന് പറയുന്നു. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഒരു 10 വയസ്സ് കുടുംബത്തും ഉണ്ടോ? അയ്യോ, അതല്ലമ്മേ. കേരളം എന്ന അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അമ്മയുടെ സന്താനങ്ങളെല്ലാം മലയാള ഭാഷയെ സ്നേഹിക്കണം. എന്തെല്ലാം ഭാഷ പഠിച്ചാലും മാതൃഭാഷ മലയാളമാണെന്ന് അഭിമാനപൂർവ്വം പറയാം. മനസ്സിലാക്കി വായിച്ചേടി. പറന്നിട്ട് അങ്ങ് വായിച്ചോ. വായിക്കാൻ പറഞ്ഞ അങ്ങ് വായിക്കും. ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ മിഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്യും. ഇവിടെ ഉണ്ടേ. ഓ ഉണ്ടല്ലോ, അത് തന്നെ സമാധാനം. തങ്കം, നീ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക്. എടി, ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേ. എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്ക്. നോക്ക്. വില കണ്ടോ? 980 രൂപ. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ എന്റെ കർത്താവേ, സമാധാനമായി. ഇപ്പോഴെങ്കിലും ഞാൻ എടുത്തൊരു സാധനം നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അതിന് നിങ്ങൾ എനിക്ക് നല്ലതൊന്നും എടുത്ത് തന്നിട്ടില്ലല്ലോ. ഇനി നിന്റെ അമ്മൂമ്മയ്ക്കും കൂടെ ഇഷ്ടപ്പെടണം. പിന്നെ അമ്മൂമ്മയുടെ ഇഷ്ടം നോക്കണ എന്തിനാ ഞാനല്ലേ കൊടുക്കണത്? തങ്കം, ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ്. നാളെ അമ്മയുടെ പിറന്നാളല്ലേടി, അതിത് അമ്മയ്ക്ക് കൊടുക്കാൻ മേടിച്ചാണ്. അമ്മയുടെ പിറന്നാളാണെങ്കിൽ അമ്മയ്ക്ക് വേറെ മേടിച്ചു കൊടുക്കും. ഞാൻ തരൂല. എടി, ഇത് 980 രൂപ. എന്റെ ലാപ്പാട് 1000 രൂപ ഉണ്ടായിരുന്നു, അതിന് ഞാൻ മേടിച്ചാണിത്. നിനക്കിനി പിന്നെ മേടിക്കാം. ഞാൻ സമ്മതിക്കൂല. നീ വന്ന് പഠിച്ച മോളെ. കഷ്ടമുണ്ട് ക്ലീറ്റോ, കഷ്ടമുണ്ട് ക്ലീറ്റോ. എപ്പോഴും നിങ്ങൾ ഓരോന്ന് നാശിപ്പിച്ചിട്ട് അത് നടത്തി തരൂല. എടി, കൊച്ചു നോക്കണം. അതെ, ഇത് അമ്മയ്ക്ക് കൊടുത്താലും ഇത് നിനക്കുള്ളത് തന്നെയാണ്. അമ്മയ്ക്ക് കൊടുക്കണത് എനിക്കങ്ങ് കിട്ടുമല്ലേ. ഓ, ഇങ്ങനെ ഒരു മരക്കഴുത. ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്കൂ. നീ ഇല്ല പറയുന്ന കേക്ക്. അതെ, നമ്മൾ രണ്ടാളും കൂടെ നേരെ ഇത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മയ്ക്ക് കൊടുത്തിട്ട് നീ ഇതാ ഇപ്പം ഇരുന്ന് കരയുന്നില്ലേ, ഇതുപോലെ അമ്മയുടെ മുമ്പ് നിന്നിട്ട് കരയണം. അമ്മ, അമ്മയുടെ നല്ലൊരു പിറന്നാളായിട്ട് ഈ ക്ലീറ്റോ എനിക്ക് ഒരു വകയും മേടിച്ചെന്നില്ല അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറയും, ആണോടാ ക്ലീറ്റോ, നീ അത് കഴിച്ചു തൊട്ട് ശരിയായില്ല. ഒരു കാര്യം ചെയ്യ്, എനിക്ക് കരക മേടിച്ചു തന്നുകൊണ്ട് അത് ഞാൻ എടുത്തോളാം. തങ്കം, ഇത് നീ അങ്ങ് എടുത്ത് കൊടുത്തോ കേട്ടാ എന്ന് പറഞ്ഞ് അമ്മ പറയും. പിന്നെ നിൻ്റെ കരച്ചിലിൻ്റെ ബലം പോലെ ഇരിക്കും. അമ്മ ചിലപ്പോൾ മനസ്സലിഞ്ഞ് നമ്മുടെ കൊച്ചിനും വല്ലതും എടുക്കാനുള്ള കാശ് തരും. അങ്ങനെയുണ്ട്. ഞാനേ ബുദ്ധി പ്രയോഗിക്കാഞ്ഞിട്ടാ. അങ്ങോട്ട് കൂടും അമ്മയ്ക്ക്. എടാ, ഞാനാണ്. പിന്നെ നാളെ എൻ്റെ ജന്മനാളാണ്. നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ എനിക്കറിഞ്ഞൂടെ. എന്തായാലും നീ നാളെ ഇങ്ങ് വരണം കേട്ടാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ആ, വരാന്ന് പറഞ്ഞേ. അമ്മ, അമ്മ ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനാശംസകളമ്മ. പിള്ളേരെ നാളെയല്ലേ ജന്മനാള്? അതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇച്ചിരി അഡ്വാൻസ്ഡാ. ഇഷ്ടപ്പെട്ട് അമ്മ 980 രൂപയായി. അയ്യോ, എന്തിനാടാ ഈ കാശില്ലാത്ത സമയത്ത് ഇത്രയും വില കൊടുത്തത് വാങ്ങിക്കാൻ? പിന്നെ കാശൊക്കെ ഇന്ന് വരും നാളെ പോ, അതും നോക്കില്ല. അമ്മ സന്തോഷമായിട്ട് ഇത് കൊടുക്കണം, അത്ര. ഇത് കസവ് ഒറിജിനൽ അല്ല.
പക്ഷേ നിനക്ക് കസവിനെ കുറിച്ച് വല്ല അറിയാമോ? പിന്നെ എനിക്കറിയാം. ഇത് ബാലരാമപുരം കൈത്തറിയുന്ന ബാലകാലത്ത് ഞാൻ പോയി മേടിച്ചാണ്. ആ ഇത് കൊള്ളില്ലമ്മ, ഇതേ 1450 രൂപ വരെയുള്ള സാധനം. അല്ലടാ, ഇത് നല്ല ഒറിജിനൽ കസവല്ലേ? ഇല്ല, ഇത് പിടിച്ചു നോക്ക്. അളിയാ കസവിനെ കുറിച്ച് ആളിനെ വല്ല അറിയാമോ? എന്റെ അപ്പച്ചൻ പണ്ട് ഇത് കച്ചവടമായിരുന്നു ഇതിന്റെ. അതെ, 1800 രൂപ കൊടുത്തിട്ട് ഞാനിവിടെ അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ആയിരിക്കും. ഇതുപോലത്തെ 2 അല്ല, ഇതുപോലത്തെ 1 എന്നാ അളിയനെ പറ്റിച്ച് ഇതേ വിലക്കുള്ള സാധനം തന്നെ അളിയന് 1800 രൂപ മേടിച്ചത്. അളിയ ഈ സാധനം വാങ്ങിക്കുമ്പോ അതൊക്കെ പിടിച്ചു നോക്കണം കേട്ടാ. അതെ, നീ ഉടുക്കൊന്നും വേണ്ട, നിനക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതല്ല, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും എങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറയാനൊന്നുമില്ല, ഇത് നല്ല സാധനം തന്നെയാണ്. പിന്നെ കൊള്ളാല്ലേ അമ്മേ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ ഇങ്ങോട്ട് നോക്ക്, നാളെ അമ്പലത്തിൽ പോകുമ്പോ ഇത് ഉടുക്കോ? ഞാനെന്താ ഉടുക്കാലോ? ഇത് ഉടുക്കട്ടെടാ. അമ്പലത്തിൽ പോകുമ്പോ അത് എടുക്കണ്ടമ്മ. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന നല്ല കസവിന്റെ മുണ്ടെടുത്തിട്ട് പോ. അല്ലാണ്ട് ഈ കസവിന്റെ മുണ്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കൂലേ? നിനക്ക് വിഷമം ഉണ്ടാടി, ഞാൻ അത് ഉടുക്കട്ടെ. എന്നാ പിന്നെ കുഴപ്പമില്ല അമ്മേ. അല്ല, നീ എനിക്ക് കൊണ്ടുവന്നതല്ലേ, അവിടെ നിർത്തി ഞാൻ നോക്കട്ടെ. അല്ലമ്മേ, അവൻ മേടിച്ചു തന്നത് ഉടുത്തോ? ഒന്ന് നിർത്തടി. അല്ലെങ്കിലും മോളുടെ അമ്മയ്ക്ക് തീരെ സ്നേഹമില്ല, എനിക്കറിയാം. ഇനി എന്തിനാ അതൊക്കെ പറയണേ ക്ലീറ്റോ? നമുക്ക് കാശില്ലാത്തതുകൊണ്ട് നമ്മളോട് അങ്ങനെ പെരുമാറും, സാരമില്ല. അമ്മ അത് തന്നെ, അത് അവിടെ കൊടുക്കാൻ കൊണ്ടുപോക്കാ. എനിക്ക് കൊണ്ടുവന്നതല്ലേ, അത് എന്റെ കയ്യിൽ. അളിയാ, അവക്ക് അങ്ങനെ പിടിവാശിയൊന്നുമില്ല അളിയനെ പോലെ. അങ്ങനെ ഇത് തന്നെ കൊടുക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, മക്കളെ വിഷമിക്കണ്ട. ഇവിടെ നേരെ വെളുത്തത്തോട് ഇവിടെ കരച്ചിലും നല്ല വിളിയാണ്. അവക്കൊന്നും എടുത്തില്ലെന്നും പറഞ്ഞ് എനിക്ക് സെറ്റ് മുണ്ടും വാങ്ങിച്ചു തന്ന്, അവനൊരു ഷർട്ട് എടുത്ത്, കൊച്ചിന് ഫ്രാക്ക് എടുത്ത്, എനിക്കൊന്നും തന്നില്ലേ എന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് അവർക്ക് ഞാനും കൊടുത്തേക്കാം. അതെ, അത് അവൾ ഉദ്ദേശിച്ച വിലക്കുള്ള സാധനമല്ല. അതുമല്ല, കുറെ കുറ്റം പറഞ്ഞത് വെറുതെ എന്തിനാണ് അത് കൊടുക്കുന്നത്? അതൊന്നും കുഴപ്പമില്ല, അമ്മ എനിക്ക് തന്നതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മേ. ഇത് കൊള്ളൂലടി. ഇത് വെറും 450 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ല. എന്തിനാണിത്? എന്നാലും അമ്മയുടെ സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ടേ? വിലയൊക്കെ 980 തന്നെ. പിന്നെ അവള് കുറെ കുറ്റം പറഞ്ഞ അവൾക്ക് ഇഷ്ടപ്പെടാതെ എന്തിനാണ് വെറുതെ? മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കൊടുക്കരുത്. അമ്മ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അമ്മ എനിക്ക് തരുന്നതേ ദൈവം തരുന്ന പോലെ. എന്റെ മരുമകളാണ് ഇവള്. അമ്മ നാളെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് ഉടുക്കും, പോരെ അമ്മേ? മതി മക്കളെ. പക്ഷെ അതിന്റെ കസവ് ഒട്ടും കൊള്ളൂല. അതെ, നാദിന് അറിഞ്ഞൂടെ, ഒരു സാരി മേടിച്ച ഞാൻ ഒറ്റ തവണയിലേ ഉടുക്കാറുള്ളൂ. ഒരു തവണയൊക്കെ ഇത് ഉടുക്കാം അല്ലേ ഏട്ടാ? ഒരു തവണ കൊടുക്കാനൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തുടപ്പിനെടുക്കുക. വേണ്ട, നമുക്ക് ഇത് തിരുത്തുണിയാക്കാം. 980 രൂപയുടെ സാധനം വാങ്ങിച്ച് ഒരു ദിവസം കൊടുത്തിട്ട് കളയാന്നൊക്കെ പറഞ്ഞ അഹങ്കാരമാണ് കേട്ടോ. പിന്നെ സദ്യ എവിടെ വെച്ച് നടത്തണം? സദ്യ കൂടെ വെച്ചെടുത്താ ഇവിടെ വെച്ച്. അത് മതി, അത് മതി. ആ, എന്നാ അവരും കൂടി വന്നാ മതിയല്ലോ. ഓ, എന്നാ അങ്ങനെ ആയിക്കോളെ. അല്ലെങ്കിൽ അത് വേണ്ടമ്മ. ഇപ്പൊ മുണ്ടും നേരിയത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണല്ലോ അമ്മ നാളെ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ അത് പറഞ്ഞതിന് അവൾക്കൊരു വിഷമായിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സദ്യ നമുക്ക് അവളുടെ വീട്ടിൽ വെച്ച് നടത്താം. നമുക്ക് അങ്ങോട്ട് ചെന്നാ മതിയല്ലോ കഴിക്കാറാകുമ്പോഴത്തിന്. അതായാലും മതി. അല്ല നങ്ക, അതല്ലേ നല്ലത്. എന്താ ക്ലീറ്റോ ഒന്നും മുണ്ടാത്ത? കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയാ, പിന്നെ വാക്കുകൾ കിട്ടുന്നില്ലേ? അല്ല, ഞാനേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്ന വില അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ എല്ലാം വില കൂടി. എന്റെ കണക്കൂട്ടിലാകെ തെറ്റി. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്താ ചോറ് ഒരു സ്ഥലത്ത് വയ്ക്കാം, ഒരു കൂട്ടര് കറി വെക്ക്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് തീരുമാനിക്കുക ആര് വെക്കണം എന്നുള്ളത്. അതിന് വേണ്ടി ഇനി ഒരു സംസാരം ഉണ്ടാവരുത്. ഞാനൊന്ന് കിടക്കട്ടെ, പിന്നെ എനിക്കൊന്ന് കിടക്കണം. എന്താണ് ചോറ് നമ്മൾ വെക്കോ? എന്നാ പിന്നെ കറി വരും വെക്കട്ടെ കേട്ടാ. കറി നിങ്ങൾ വെച്ചോ, ഞങ്ങൾ വെക്കാം. എന്താ നിനക്കൊരു പരവേശം? ഓക്കെ, ഈയിടെയായിട്ട് ഇച്ചിരി പ്രഷർ കൂടുതലാണ്. അയ്യോ ആണോടി? എന്നാ നോക്കണം, ഹോസ്പിറ്റലിൽ പോണോ? പിന്നെന്താ? നീ പോയി കിടക്ക്. ഇതിനേത് ബ്ലൗസ് ഇടും? ഇത് ശരിക്കും നിനക്ക് ചേരില്ല, നീ ഇച്ചിരി കളറെല്ലാം ഉണ്ട്. അത് ശരിയാ, ഞാൻ പറയാതിരിക്കുവായിരുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ല, ഒരിടലിനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ പുതിയ ബ്ലൗസ് മേടിക്കണോ? വേണ്ട, നിന്റെ മറ്റേ ഗ്ലാസ് ഒക്കെ ഉള്ളതില്ലേ ഇവിടെ, ഗ്ലാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. വയലറ്റ് കളറ് അതെ, മനസ്സിന് ഇഷ്ടപ്പെടാതെ ഇത് ഇവിടുത്തെ ഒരു ഭംഗിയും കാണൂല കേട്ടോ കാണാൻ. എനിക്ക് അമ്മയുടെ സന്തോഷം വലുത്. ഇനിയിപ്പോ ഒരു ഇത്തിരി ഭംഗി കുറവായാലും കുഴപ്പമൊന്നുമില്ല, ഇവളല്ലേ. അവനാത്മസുഖത്തിനാചരിപ്പതപരന് സുഖത്തിനായി വരേണം. കൊണ്ടുപോയി പറഞ്ഞില്ലേ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നേക്കണം. നിങ്ങളോട് ഞാൻ കാലടിച്ച് പറഞ്ഞല്ലേ, കൊണ്ടുപോകല്ലേ കേട്ടോ. നിങ്ങൾ നാശിച്ചിട്ട്
പറ്റിപ്പോയി തങ്കം. ഞാൻ വിചാരിച്ച അമ്മ എടുത്ത് അത് അവൾക്ക് കൊടുക്കുന്നു. വേറെ ആർക്കും കൊടുത്താലും വേണ്ടിട്ട് മൊന്തത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് വേണം. ഞാനിങ്ങനെ പൊട്ടിയായി പോയല്ലേ, എല്ലാം വിശ്വസിച്ചിട്ട് എല്ലാം ചെയ്യും. അവസാനം ഞാൻ മാത്രം ഒറ്റയ്ക്കാവും. തങ്കം അതെ, ഇനിയിപ്പോ 2 മാസം കഴിയുമ്പോൾ നമ്മുടെ വിവാഹ വാർഷികമാണല്ലോ. അപ്പൊ നിനക്ക് ഞാൻ നല്ലൊരു സാരി മേടിക്കും. വിവാഹ വാർഷികം 7 കൊല്ലം കൂടി ഒരു സാധനം മേടിച്ചു തന്നതാ. അതെന്റെ ഭാര്യക്കോടെ കൊടുത്തിട്ട് വന്നേക്കണുണ്ടോ? മനഃപൂർവ്വം ചെയ്തല്ലോ. നിങ്ങൾ മനഃപൂർവ്വം തന്നെ ചെയ്യണതാ. നിങ്ങൾക്ക് എന്നോട് എന്താ വൈരാഗ്യമുണ്ട്? അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പൊ ഞാൻ അമ്മേനോട് എങ്ങനെയെങ്കിലും അത് മേടിച്ചാല്. ഞാനാ നിന്റെ ആങ്ങളുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞ് നിക്കാന്ന് പറഞ്ഞിട്ട്. എന്നാലും അവനും അവളും കൂടെ സാരിയൊക്കെ മേടിച്ചു വെച്ചിട്ട് എന്തൊരു കുറ്റമാണ് പറഞ്ഞാൽ നോക്കിയേ. അതിന് കസവ് പോരാ, ലോക്കലാണ്. 980 രൂപ കൊടുത്ത് എനിക്കല്ലേ അറിയാവൂ. മോളെ നീ പഠിച്ചത് മതി, പോയി കളിച്ചോ, പോയി കളിച്ചോ. അതെ തങ്കം, നീ കരയല്ലേ, കണ്ണു തുടങ്ങി. തൊട്ടേക്കരുത് നിങ്ങള്, കൊല്ലും ഞാൻ. ഇപ്പം നാളെ സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറയുകയും ചെയ്തു. കൊടുക്കുകൊണ്ടായി സദ്യമേറ്റുകൊണ്ട് വന്നേക്കുക. എനിക്ക് ആർക്കും വേണ്ടി കഷ്ടപ്പെടാൻ പറ്റില്ല. ചോറ് വേണമെങ്കിൽ കുറച്ച് ഞാനിവിടെ വെക്കും, കറിയൊക്കെ അവരെ കൊണ്ട് വെപ്പിക്കും. എല്ലാം കിട്ടിയത് അവർക്കല്ലേ. അല്ല, പച്ചക്കറിയൊക്കെ മേടിക്കാൻ പൈസ എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. പൈസ ഇല്ലെങ്കിൽ മേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ കറി ഞാൻ വെക്കൂല, കറിയൊക്കെ അവര് വെച്ചോളൂ. കരയല്ലേ തങ്കം, ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. അതെ, നാളത്തെ സദ്യയില് നിങ്ങൾ കൈയെടുത്തേ. നാളത്തെ സദ്യ വെക്കുമല്ലോ. സദ്യ വെക്കണേ. സദ്യ ആര് വെക്കും? സദ്യ നീ വെക്കും. ഞാൻ വെക്കൂല. നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ വെക്കൂല വെക്കൂല വെക്കൂല. നിങ്ങൾ പറഞ്ഞാൽ ഒട്ടും വെക്കൂല. അയ്യോ, ഇത് അങ്ങനെയല്ല, ഇത് അതിനകത്തൊരു ബുദ്ധിയുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. കുറച്ചു മുമ്പ് ഞാനൊരു ബുദ്ധി കേട്ടതാ. ഇനി ദൈവത്തെ ഓർത്ത് ബുദ്ധി പറയണ്ട. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണം. പറ്റിയത് പറ്റി. ഇത് അതുപോലെ അല്ല തങ്കം, ഇത് വിജയിക്കും. ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. അതെ, നാളത്തെ സദ്യ നമ്മൾ ഉണ്ടാക്കുമല്ലോ. സദ്യ ഉണ്ടാക്കി നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ നിന്റെ അമ്മയുടെ മനസ്സലിഞ്ഞ് നിനക്ക് അതിനേക്കാളും കൂടിയൊരു സാരി മേടിച്ചു തരും. നീ ഉണ്ടാക്കൂലേ? ഞാൻ ഉണ്ടാക്കൂല. അല്ല, അതെ, നീ ചോറ് വെക്കാന്ന് പറഞ്ഞല്ലോ. ചോറ് നീ വെക്കണ്ട, നീ നാളത്തെ കറിയെല്ലാം വെക്കണം. ആ മണ്ടം കൊണ്ടാ കറി വെച്ചാണ്ടല്ലോ, വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല, എന്ന് നിനക്കറിയാലോ. എന്നാൽ നിന്റെ കറികൾ അങ്ങനെയാണോ? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ നീ നാളെ കറിയൊക്കെ നല്ല രീതിയിൽ വെക്കണം. കറിയൊക്കെ വെച്ച് സദ്യ ഗംഭീരമാക്കി കഴിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ നിന്നോട് തോന്നും ഒരു അലിവ്. എൻ്റെ കൊച്ചെനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും മേടിച്ച് തന്നാലോ എന്ന് അമ്മ ചിന്തിക്കും. നല്ലൊരു സാരി നിനക്ക് മേടിച്ച് തരും. മേടിച്ച് തരും. തന്നില്ലെങ്കിൽ ഞാൻ വേറെ ഐഡിയ കൂടി പറഞ്ഞുതരാം. നാളെ പിറന്നാൾ ആഘോഷത്തിന് ഇപ്പം കനകൻ വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് അമ്മ നിൽക്കും. നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവൾ നിൽക്കുമല്ലോ, ആ ഭദ്രകാളി. അപ്പം നീ എന്തോ ചെയ്യണം, നിനക്ക് ഉള്ളതിൽ ഏറ്റവും മുഷിഞ്ഞ ഒരു നൈറ്റി ഇട്ടുകൊണ്ട് നീ നിൽക്കണം. അതും കൂടെ കാണുമ്പോൾ നിന്റെ അമ്മ ചിലപ്പോൾ അപ്പം തന്നെ മേടിച്ചു തരും. അയ്യോ, ഇത് ബുദ്ധി നമ്മുടെ അടവ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നീ നല്ലത് ഇടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അമ്മ മേടിച്ച് നല്ലത് തരും നിനക്ക്, അതും കൂടെ കാണുമ്പോൾ. പിന്നെ അപ്പോൾ കറികൾ നമ്മൾ ഉണ്ടാക്കുന്നു, ചോറ് അവരുണ്ടാക്കിക്കോട്ടെ. അപ്പോൾ ഇതവിടെ കൊച്ചിനെ വിളിച്ചിട്ട് പറയും, നമ്മൾ കറി ഉണ്ടാക്കിക്കോളാന്ന് പറയും. വിളിച്ച അപ്പൊ വിളി കേൾക്കണോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ കേട്ടോ. അതെ, അവിടെ ചെന്നിട്ട് പറയണം, ഇവിടെ കറികൾ ഉണ്ടാക്കാം, നാളെ അമ്മയുടെ പിറന്നാളല്ലേ, അപ്പൊ ഇവിടെ കറികൾ ഉണ്ടാക്കാം, അവിടെ ചോറ് വെക്കാൻ പറഞ്ഞെന്ന് പറയണം. എന്താ പറയും? ഞാൻ തലയാട്ടാതെ പറയും. ഇവിടെ കറി വെക്കാം, അവിടെ ചോറ് അത്രേ ഉള്ളു, പോയി പറ. ഇനി നിക്കവിളേട്ടി പോയി ഞാൻ പോവല്ലേ. പോയിട്ട് പിന്നെ അവിടെ തങ്ങണ്ട, ഇങ്ങ് പോന്നോളാം പറഞ്ഞിട്ട്. പോയ വഴിയേ ഉള്ളു. എന്തായാലും തങ്കം ഈ ഐഡിയ വിജയിക്കും, ഉറപ്പാ.
ക്ലീറ്റോ വാടാ, എന്താ മനസ്സിലെ വാ നീ ഇങ്ങോട്ട് വാ. എന്താ കാര്യം പറ. എടാ നമുക്ക് ഇല മുറിക്കണ്ടേ? ഞാൻ നേരത്തെ കുറേ എല്ലാം മുറിച്ചു കൊടുത്തല്ലോ. എടാ അതല്ലടാ, ചെറുതടിക്കാം. വാ. ശരിയാവില്ല അമ്മ ഇപ്പൊ വരും. ശരിയാവില്ല. എടാ അമ്മാവനും കനകനും ഒക്കെ ഉണ്ടെന്ന്. അവന് കനകനുള്ളതുകൊണ്ടാണ് ഞാൻ തീരെ വരണില്ലാന്ന് പറഞ്ഞു. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവൻ അലമ്പാ. കനക ഇവ മഞ്ഞില്ലാട്ടാ, ഇവ മഞ്ഞില്ലാന്ന്. ജാട ജാട. അളിയാ ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുമോ? ഇങ്ങ് വന്ന് അലമ്പാക്കും. അല്ലേ ഞാൻ അങ്ങോട്ട് വരാം. അല്ല അച്ചാറോ നാളേക്ക് എന്തെങ്കിലും എടുത്തോ. ഇവിടെ ഒന്നുമില്ല. റെഡിയാണെന്ന്. വേണ്ട റെഡിയാ ഇട്ടു നോക്കിയാണ്. ഇന്ന് അമ്മൂമ്മയാണ് എന്റെ കൊച്ചുമോക്ക് ചോറ് വാരി തരുന്നത് കേട്ടാ. അല്ല നീ എന്തോന്നാടി ഈ കൂറായിട്ടോട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പെരുന്നാളായിട്ട്? ഓ എനിക്കറിയാം ഇപ്പൊ പുതിയ സാരിയൊക്കെ മേടിച്ചു തരാനുള്ളത്. എടി എന്നാ നിനക്ക് അത്രക്കില്ല എന്റെ കൂടെ പറഞ്ഞുകൂടായിരുന്ന? ഞാൻ നിന്റെ അടുത്ത് കരുവാരുന്നല്ലേ. അമ്മ എടുത്തവരെ അമ്മയ്ക്ക് അവളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ ചിന്ത. ഞാൻ ഇറക്കിപ്പൊടി കൊടുത്ത് മേടിച്ചായിരിക്കും, മോളാന്ന് പറച്ചിന് മാത്രമേ ഉള്ളൂ. നിനക്കെന്ന് എന്നോട് പറയായിരുന്നില്ലേ ഞാൻ വാങ്ങിച്ചു തരില്ലേ നിനക്ക് സാരി? നീ എന്നെ കാണുമ്പോ ഇതൊന്നും സംസാരിക്കുകയും കൂടി ചെയ്യൂലല്ലോ. എന്നോട് പറയുന്നില്ലേ, ഞാൻ മേടിച്ചായിരുന്നു. അളിയാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ. അവൾക്ക് അളിയനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ അളിയനോട് പറയാന്ന്. അല്ല അളി എന്നോട് പറയുമല്ലോ അളിയന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയണല്ലേ. ഒരു കാര്യം ചെയ്യും, അപ്പൊ ഞാൻ വാങ്ങിച്ചു തരില്ലേ നിനക്ക് സാരി? ഒരു സാരി അവൾക്ക് വാങ്ങിച്ചോട്. ഞാൻ വാങ്ങിച്ചു തരും നിനക്ക്. ഞാൻ സാരി വാങ്ങിച്ചു തരും കേട്ടോ. അളിയാ സാരി ഞാൻ വാങ്ങിച്ചു തരും. വാങ്ങിച്ചു കൊടുക്കുമല്ലോ. മേടിച്ചു തരും, കാര്യം മേടിച്ചു തരും. അളിയ ഏറ്റതാ. സത്യാണോ? സത്യം. ചിരിക്കടി. ചോറെടുക്കാൻ ജമതി പോയിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ കറിയടി ചോറ് നാത്തൂനല്ലേ വെച്ച് എടുക്ക്. നീ അവിടുത്തെ ചോറ് എടുക്കണേ, ഞാൻ എങ്ങനെ എടുക്കണേ? പോയി എടുത്തിട്ട് വാ. നാത്തൂനല്ലേ ചോറ് വെച്ചത്. ഞാനോ? നിങ്ങൾ ചോറ് ചോറ് എന്ന് പറഞ്ഞോണ്ട് ചോറ് അല്ല, ഞാൻ ചോറ് വെച്ചിട്ടില്ല, ഇവിടല്ലേ വെക്കാന്ന് പറഞ്ഞത്. ഇവിടെ അല്ലേ ചോറ് ഇരിക്കണേ, നാത്തൂനല്ലേ വെച്ചത്. എടുത്തോണ്ട് വാ. ഞാൻ ഇവിടെ കറി വെക്കുന്നല്ലേ പറഞ്ഞു, അവിടെ ചോറ് വെക്കാനല്ലേ പറഞ്ഞത്. അതിങ്ങനെ നാത്തൂനല്ലേ അത് കഴിഞ്ഞ് എല്ലാം മാറ്റിയത്. നാത്തൂനല്ലേ എന്നോട് കറി വെക്കി ഇവിടെ ചോറ് വെച്ചോളാന്ന് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്ത് നുണയാ പറയണേ? ഞാൻ കൊച്ചിനെ പറഞ്ഞു വിട്ടില്ലേ അമ്മേ? മത്സരം അമ്മ കേക്ക്, ഞാൻ തക്കളിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇവിടെ കറിയും അവിടെ ചോറും വെക്കാന്നുള്ളത്. അത് തന്നെ തക്കളി അവിടെ വന്ന് പറഞ്ഞമ്മേ ഇവിടെ കറി അവിടെ ചോറും വെച്ചോളാന്ന്. ഞാൻ ചോറ് വെക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവിടെ ഓടി വന്നത്. ഇവിടെ കറിയും അവിടെ ചോറും വെക്കാന്ന് പറഞ്ഞാ പിന്നെ നീ അവിടെ കറി വെക്കണത് എന്റെ വീട്ടിൽ കറി വെക്കണ്ടേ? പിന്നെ അതെ, ഞാൻ ഇവിടെ കറിയുടെ കാര്യ പറഞ്ഞെന്ന്. പറയരുത് കേട്ടോ. സത്യമായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടില്ലെന്നേ. സംഗതി ഇവിടെയാണ് ചോറ് വെക്കണ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇവിടെ ചോറ് ഇത് എന്താണ്? അമ്മ ഞാൻ ചോറ് വെച്ചിട്ടില്ല, എന്നോട് വെക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ചോറില്ല ഇന്ന്. ചോറപ്പില്ലേ? നിങ്ങൾ ചോറ് എടുത്തോണ്ട് വന്നോ? എന്തുണ്ടായേ മക്കൾ എന്താ അവിടെ പോയി പറഞ്ഞ? അമ്മേനെ പറഞ്ഞു ഇവിടെ കറിയും അവിടെ ചോറൊന്ന്. ഇവിടെ കറി അവിടെ ചോറ്. ആണ് കാര്യം. കൊച്ചിന് വല്ലതും അറിയാമോ? കൊച്ചു അവിടെ ചെന്ന് പറഞ്ഞ് ഇവിടെ എവള് പറഞ്ഞ് ഇവിടെ കറി അവിടെ ചോറ്. കൊച്ചു അതുപോലെ അവിടെ ചെന്ന് പറഞ്ഞു ഇവിടെ കറി അവിടെ ചോറ്. എടി എന്നാ നിങ്ങൾ പരസ്പരം ഒന്ന് തിരക്കണ്ടേ? എന്താണ് അവിടെ വെച്ചത് എല്ലാം വെച്ചാൽ നിങ്ങൾ അടുത്തടുത്ത വീട്ടുകാരല്ലേ? അതെ, നേരത്തിന് ചോറ് കഴിക്കണം. എനിക്ക് ഷുഗറുള്ള കൈ കാര്യം വറക്കാൻ തുടങ്ങി. ചോറുണ്ടാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞ് എനിക്ക് ചോറ് ഇവിടെ പറഞ്ഞു. ചോറ് ചോറുണ്ടണം. അല്ല ഇവളുമാർക്ക് പരസ്പരം ഒന്ന് ചോദിക്കാൻ എന്തായിരുന്നു അമ്മേ കുഴപ്പം? നിനക്ക് നാവ് ഉണ്ടായിരുന്നില്ലേ? നാവ് തുറന്ന് ചോദിക്കായിരുന്നില്ലേ ഇവരോട്? എന്താ നിങ്ങളെ പെങ്ങളെ മറ്റേ നാത്തൂനെ എന്താ അവിടെ വെച്ചതെന്ന് ചോദിക്കണ്ടേ? അതെന്താ നീ ചോദിക്കാറുണ്ട്? അഹങ്കാരം ഇവളുമാർക്ക്. നിനക്ക് അവളോട് ചോദിക്കായിരുന്നല്ലോ. ഞാൻ കൊച്ചിനെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ അവര് സംഭവം സത്യം അവര് പറഞ്ഞല്ലോ. ചോറുണ്ട് ചോറില്ല. അതെ, അമ്മാവന് ഷുഗറാണ്. കൈകാലം പറഞ്ഞ ആളാണ്. ആ പഴഞ്ചോറ് പോയി എടുത്തിട്ട് വാ. പഴഞ്ചോറിന്റെ പട്ടിയുണ്ട്. എന്റെ ചേച്ചിയുടെ പറഞ്ഞാലും പഴഞ്ചോറിനാണ് ഞാൻ ഇവിടെ വന്നത്. പിറന്നാളുകാരിക്ക് പഴഞ്ചോറ് കൊടുക്ക. ചോറ് വെക്കണം ഇവിടെ. ഒരു ഉത്തരവാദിത്തമില്ല. എന്താണ് നിന്റെ നാവ് കുഴഞ്ഞു വരുന്നത്? ഷുഗർ കാരണം ക്ഷീണിച്ചിട്ട്. അതിനിങ്ങനെ അങ്ങ് കുഴയണോ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? അമ്മാവൻ അത് പറയരുത്. കുടിച്ചിട്ടുണ്ടോ അമ്മാവൻ? പെങ്ങളെടുത്ത അമ്മാവൻ നുണ പറയില്ല എന്ന് പറഞ്ഞതല്ലേ? എന്തിനാ ഇപ്പൊ നുണ പറഞ്ഞത്? നുണ പറയില്ല, സത്യം. കനകം തന്നപ്പോ കനകം തന്നപ്പോഴാ അമ്മാവനെ കൊണ്ടുവന്ന അമ്മ
എന്റെ കല്യാണം പറയണ്ട. അമ്മ അവൻ കുപ്പിയായിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു, എന്നോട് ക്ലീറ്റോ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ക്ലീറ്റോയും വിളിച്ച് നമുക്ക് ആ വാഴയുടെ ചോട്ടിൽ പോയി ഇരിക്കാൻ എടുത്ത് വരുന്നതിന്റെ മുമ്പ് അത് തീർക്കാൻ പറഞ്ഞു വിളിച്ചോണ്ട് പോയതല്ലേ അല്ലേ? തങ്കം, സത്യമായിട്ട് ഞാൻ വേണ്ട ഞാൻ വരില്ല എന്ന് നല്ലപോലെ പറഞ്ഞ് ഈ അളിയനും ഈ അമ്മാവനും ഇവനും കൂടെ എന്നെ കുടിപ്പിച്ചത് ചെറുതേ കഴിച്ചുള്ളൂ. നിന്നെ ഞാൻ ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോടാ? എന്തോന്നിന്? സന്തോഷമുള്ള ദിവസമല്ലേ, അപ്പൊ നമ്മള് സന്തോഷത്തിന് നീ കൂടെ എന്നെ കുറ്റം പറയുമല്ലേ? എനിക്ക് ഉത്തരവാദിത്വമില്ല. സത്യം ഉത്തരവാദിത്തമുണ്ടോ? എന്താ 14 കാലത്ത് അമ്പലത്തിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എപ്പോഴാ? 1 മണിക്കല്ല ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കാലത്ത് വന്നിരുന്നു വല്ല സംഭവിക്കാൻ. എനിക്ക് മരുന്ന് കൊടുത്തത് പല നേരത്തിന് കഴിക്കാത്തവർക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞു, ഈ ചേച്ചി രാവിലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നേരത്തിന് ചോറുണ്ടായിരുന്നില്ലേ? അല്ല, അമ്മ പറഞ്ഞ കാര്യമുണ്ട്. അമ്മയ്ക്ക് ഇച്ചിരി കൂടെ ഉത്തരവാദിത്തം ഉണ്ടാക്കായിരുന്നു. എടാ, ഞാൻ 1 മണി വരെ അമ്പലത്തിൽ നിന്ന് എന്തിനാന്ന് നിനക്ക് അറിയാമോ? എന്താ? എടാ, അവിടെ കുറെ പാവങ്ങളുണ്ട്. അവർക്ക് ഒരു കൂടി പറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ അന്നദാനം നടത്താന്ന് കരുതിയാടാ ഞാൻ അവിടെ ഇരുന്നത്. നിങ്ങൾക്ക് അറിയാമോ? എന്റെ ജന്മനാളിന് എനിക്ക് മോശപ്രാപതി കിട്ടാൻ വേണ്ടി. അയ്യോ, അല്ല, എനിക്കിത് വേണം. അതെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 1 ആയിപ്പോയി. അതാണ് ഞാൻ ചെയ്ത കുറ്റം. ആ പാവങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ? അമ്മ, ഞങ്ങളോട് ഇരുന്നൊരു പറ്റി കഴിക്കുമ്പോ ഞാനത് കേട്ടില്ല. അതിന്റെ ഫലമാണ് എനിക്കിപ്പോഴും കിട്ടിയത്. ഞാൻ എന്തിനാണ് ഇവിടെ ഓടിയെത്തിയത്? എന്റെ മക്കളുടെ, എന്റെ ആങ്ങളുടെ കൂടെ എന്റെ കൊച്ചുമക്കളുടെ ഇരുന്നൊരു കൂടി പറ്റി കഴിക്കാന്ന് കരുതി ഞാൻ ആവേശത്തോടുകൂടി ഓടി വന്നതാ. അപ്പൊ എനിക്ക് കിട്ടിയതാണ്. എനിക്ക് തൃപ്തിയായി, എനിക്ക് സമാധാനമായി. ഞാൻ പോവുക. ഞാൻ അമ്പലത്തിലോട്ട് പോവുക. എനിക്ക് അവിടെ സമാധാനം കിട്ടും. ആ പാവങ്ങളിൽ ഇരുന്ന് ഞാനൊരു കൂടി പറ്റി കഴിച്ചോളാം. എനിക്ക് അവിടെ സമാധാനമുണ്ട്.